എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. കുറച്ച് ഡിഫറെൻറ്റ് ബിരിയാണിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണെങ്കിൽ ബോൺലെസ്സാണ് എടുത്തിരിക്കുന്നത്. ബോണുള്ള ചിക്കൻ ആണെങ്കിലും എടുക്കാം, അതെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യാം. അതേപോലെ ഇത് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 2 ടേബിൾ സ്പൂൺ തൈര്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിത് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ബസ്മതി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. 2.5 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാൻ. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഒരുപാട് കട്ടിയാക്കരുത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇടയ്ക്ക് നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ ഈ ചിക്കൻ സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകുന്ന ടൈമിൽ ഇത്തിരി വെള്ളത്തിൽ ഉപ്പോ അല്ലെങ്കിൽ തൈര് ഇതൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ചിക്കൻ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉള്ളൊക്കെ നല്ലൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നടുക്കേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് ചാർക്കോളാണ്. ചാർക്കോൾ നമുക്കൊന്ന് കത്തിച്ചിട്ട് വെച്ച് കൊടുക്കാം. ചാർക്കോളിന് ചെറിയൊരു പീസ് കത്തിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ചാലും മതി. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ പുകയൊക്കെ കിട്ടിയിട്ട് നമ്മുടെ ഈ ബാർബിക്യൂ ഒക്കെ ചെയ്യുമ്പോൾ പോലത്തെ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും ഇതിന്. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ ചാർക്കോൾ എടുത്ത് മാറ്റാം. റൈസ് വേവിക്കുന്നതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. അതേപോലെ അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ് ഇത്ര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ഇത്തിരി ഒന്ന് മുന്നിട്ട് നിൽക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച അരിയാണിത്. ഇതാ നമ്മുടെ അരി ഇപ്പോൾ 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് മാറ്റാം. അപ്പോൾ ഇരുന്ന് കുറച്ച് വേവുകയും ചെയ്യും. പിന്നെ നമ്മളൊന്ന് ദം ചെയ്യുമ്പോഴും വേവും. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മല്ലി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് 1/2 ടീസ്പൂൺ, കറുവപ്പട്ട ഒരു ചെറിയ പീസ്, ഗ്രാമ്പൂ 4 എണ്ണം, ബേ ലീവ്സ് 2 എണ്ണം, ജീരകം 1 ടീസ്പൂൺ, ചെറിയ ജീരകമാണ്. അതേപോലെ മുളക് 4 എണ്ണം. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇട്ട് ഇളക്കി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിന് പകരമായിട്ട് നമ്മൾ മസാലപ്പൊടികൾ ചേർത്താലും മതി കേട്ടോ. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇങ്ങനെ മസാല ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാതെ ചിക്കൻ കറി വെക്കുമ്പോഴും പനീറൊക്കെ കറി വെക്കുമ്പോഴൊക്കെ ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയത്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് കറിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. 3 വലിയ സവോള എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് നല്ലോണം വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളറാക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവോള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്ന ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൊമാറ്റോ എടുത്തു. എന്നിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് 5 മിനിറ്റ് നേരം വെച്ചു. അപ്പോൾ അതിൻ്റെ ആ പുറത്തെ തൊലിയൊക്കെ എന്നിട്ട് നമുക്ക് പൊളിച്ചാൻ കളയാൻ പറ്റും. എന്നിട്ട് അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. എളുപ്പമാണ് കേട്ടോ. ഇനി ഇത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തി ഇത്തിരി കയ്യിലെടുത്തിട്ട് പൊടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത്തിരി ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക.
ഞാൻ 2 കട്ട ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയും. ഇത് കൂടി ഇളക്കി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇത്തിരി തൈരാണ്. അപ്പോൾ തൈര് ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം, എങ്കിലേ നമുക്ക് ഗ്രേവി കിട്ടുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലോണം കലക്കി എടുത്തിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ചൂടാക്കി എടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സവോള ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലോണം ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ആ ചൂട് മാത്രം മതി. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത്തിരി മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സവോള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. നല്ല ടൈറ്റായിട്ടൊരു അടപ്പ് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് വരെ നമുക്ക് ദം ചെയ്തെടുക്കാം. പിന്നെ ദം ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നല്ലോണം അടച്ച് ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പശ വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കാം. പിന്നെ പാനിലൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ നമ്മളുണ്ടാക്കിയ ഗ്രേവി ഉണ്ടല്ലോ, ആ ചിക്കനും ആ ഗ്രേവി, അതായത് ആ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നാനിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിലോടൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം. ലവ് യു ഡിയേഴ്സ്, ബൈ, താങ്ക് യു.